കാലാവസ്ഥ ഉൾപ്പെടെയുള്ളവയിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വിവരങ്ങൾ കൈമാറാനും ശേഷിയുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നാസ ISRO സിന്തറ്റിക് ആപ്പർച്ചർ റഡാർ ജൂലൈ 30-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കും. ISROയുടെ GSLV F-16 റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുക. ഭൂമിയിൽ നിന്ന് 743 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹത്തെ കടത്തിവിടും. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയും അമേരിക്കൻ ബഹിരാകാശ സ്ഥാപനമായ നാസയും സംയുക്തമായി നടത്തുന്ന ആദ്യ ഉപഗ്രഹ വിക്ഷേപണമാണിത്. 2392 കിലോഗ്രാം ഭാരമുള്ള നിസാർ എന്ന ഉപഗ്രഹം സവിശേഷമായ ശേഷിയുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണെന്നാണ് ISRO അറിയിക്കുന്നത്. ഇരട്ട ഫ്രീക്വൻസിയുള്ള സിന്തറ്റിക് ആപ്പർച്ചർ റഡാറിലൂടെ ഭൂമിയെ നിരീക്ഷിച്ച് ചിത്രങ്ങൾ പകർത്തുന്ന ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. നാസയുടെ ദീർഘതരംഗ ദൈർഘ്യമുള്ള റഡാറും ISROയുടെ ഹ്രസ്വതരംഗ ദൈർഘ്യമുള്ള റഡാറും ചേർന്നതാണിത്. ഭൗമോപരിതലത്തിന്റെ ഉയർന്ന റെസല്യൂഷനിലുള്ള ചിത്രങ്ങൾ നൽകാൻ ഇതിന് കഴിയും. ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്ന ഉപഗ്രഹം 12 ദിവസത്തെ ഇടവേളകളിൽ ഭൗമോപരിതലത്തിലെ വിവരങ്ങൾ കൈമാറും. എല്ലാ കാലാവസ്ഥയിലും രാത്രിയിലെന്നും പകലെന്നും വ്യത്യാസമില്ലാതെ വിവരങ്ങൾ ശേഖരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. Celebrate the moments of colors. KMT Silks, Perindalmanda, Kottakkal.